നോമ്പ് തുറക്കുമ്പോഴേക്കുള്ള കുറച്ച് കാര്യങ്ങൾ കണ്ടാലോ. അപ്പോൾ ആ ബീഫ് കൊടുന്നതിന് ശേഷം നല്ലപോലെ കഴുകി വെള്ളമൊക്കെ വാർന്നതിന് ശേഷം കുക്കറിലിട്ട് ഉപ്പും മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല കുറച്ച് മല്ലിപ്പൊടി ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കുറച്ച് ചെറിയ ഉള്ളിയൊക്കെ പാടെ ഇട്ട് നല്ലപോലെ കൈ കൊണ്ട് മിക്സ് ആക്കിയതിന് ശേഷം വേകാൻ വേണ്ടി കുക്കർ അടച്ച് വെച്ചിട്ട് വിസിലടുപ്പിക്കുന്നുണ്ട്. പിന്നെ അത് വെന്തതിന് ശേഷം അതിന് ഒരു 5-6 തുണ്ടിട്ട് ഒരുപാടൊന്നും എടുത്തില്ല, ഒരു 5-6 തുണ്ട് ബീഫ് എടുത്തതിന് ശേഷം നല്ലപോലെ കൈ കൊണ്ട് ഞാൻ പിച്ചി എടുത്തിട്ടുണ്ട്. പിച്ചി എടുത്തതിന് ശേഷം ഇതിലേക്ക് ഞാൻ ഒരു കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഉള്ളി ഒന്ന് വഴറ്റിയിട്ടുണ്ട്. ഉള്ളി ഒന്ന് വഴറ്റി കുറച്ച് ഇഞ്ചി മസാലയും പേസ്റ്റും ഇട്ട് ഉള്ളി വഴറ്റിയതിന് ശേഷം അതിൽ ഒരു ഉരുളക്കിഴങ്ങ് വേവിച്ച് പൊടിച്ച് ഇട്ടിട്ടുണ്ടായിരുന്നു. വേവിച്ച് നമ്മൾ ഇതെടുത്ത ബീഫും പൊടിച്ചത് ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു. എന്നിട്ട് എല്ലാം കൂടെ മിക്സാക്കി നോക്കിയപ്പോൾ നല്ല വെള്ളം പോലെ കേട്ടോ, നല്ല ലൂസായിട്ടുണ്ടായിരുന്നു ബാറ്റർ. അപ്പോൾ ഇനിയിപ്പോൾ ഇതെന്താ ചെയ്യാൻ വേണ്ടി നോക്കിയപ്പോൾ ഞാൻ അതിലൊരു 5-6 തുണ്ട് ബ്രെഡാണ് മുറിച്ചിട്ടിട്ട് ചെറുതാക്കി മുറിച്ചിട്ടിട്ട് ഈ മസാലയിലൊന്ന് നല്ലപോലെ മിക്സാക്കിയതിന് ശേഷം ഞാനവിടെ കുറച്ച് ഒരു 5 മിനിറ്റ് മൂടി വെച്ച് കുറച്ച് നേരം കഴിഞ്ഞിട്ട് നോക്കിയപ്പോൾ കറക്റ്റ് പരുവായിട്ടുണ്ടായിരുന്നു. അപ്പോൾ പിന്നെ ഞാനതിനെ കട്ട്ലറ്റിൻ്റെ രൂപത്തിലൊന്ന് ഒക്കെ ഒന്ന് ഉരുട്ടിയെടുത്തു. പിന്നെ അതിലേക്ക് ഒരു മുട്ട എടുത്തിട്ട് കുറച്ച് ഉപ്പുപൊടിയും കുരുമുളക് പൊടി ഇട്ടിട്ട് നല്ലപോലെ ബീറ്റ് ചെയ്തതിന് ശേഷം ഈ ഉണ്ടാക്കി വെച്ച കട്ട്ലറ്റിന് മുഴുവനും മുട്ടയിൽ ഡിപ്പ് ചെയ്ത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുത്ത് എണ്ണയിൽ മുക്കി പൊരിക്കാണ്ട് ഒരു ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചതിന് ശേഷം അതിലൊന്ന് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിരിച്ചു മറിച്ചിട്ടിട്ട് ഒന്ന് വേവിച്ചെടുക്കാം കേട്ടോ. മേൽഭാഗം പുറം ഭാഗം ഒന്ന് നമുക്ക് മൊരിഞ്ഞ് കിട്ടിയാൽ മതി. ഉള്ളിലുള്ള സാധനങ്ങളൊക്കെ വെന്തതല്ലേ. നോമ്പ് തുറക്കൽ കഴിഞ്ഞിട്ട് ഒരുപാട് എണ്ണപ്പലഹാരം കഴിക്കാതിരിക്കലാണ് ഏറ്റവും ഉത്തമം. അപ്പോൾ അതുകൊണ്ട് ഞാനിങ്ങനെ പൊരിച്ചെടുക്കുന്നത്. പിന്നെ ഓരോന്നും കേട് വരുമ്പോഴാണ് നമ്മൾ പരീക്ഷിച്ചിട്ട് വേറെ ഓരോന്ന് ഉണ്ടാക്കി നോക്കുക. അപ്പോൾ അങ്ങനെ ഉണ്ടാക്കിയൊരു വിഭവമാണ് കേട്ടത്. അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ അതുപോലെ ഞാനിത് മുഴുവനായിട്ടും ഉണ്ടാക്കിയെടുക്കട്ടെ. ഒരു 8 കട്ട്ലറ്റിനുള്ളത് കിട്ടിയിട്ടാണ് കഴിച്ചപ്പോൾ നല്ല ടേസ്റ്റും ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ ആദ്യത്തേത് ഉണ്ടാക്കിയെടുത്ത് എന്നിട്ട് രണ്ടാമത്തേത് ഞാൻ ഇട്ടിട്ടുണ്ട്. നിങ്ങൾക്ക് ആദ്യമായിട്ട് എൻ്റെ വീഡിയോ കാണുന്ന പുതിയ കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടമാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ കൂടെ കാണുന്ന ബെൽ ബട്ടൺ അമർത്തിയ 3 ഓപ്ഷൻ വരും. അപ്പോൾ അതിൽ ഓൾ അമർത്തി വെച്ചാൽ ഞാൻ എന്ന പുതിയ വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് അപ്പോഴേക്കപ്പോഴേ കിട്ടും. പിന്നെ ഉണ്ടാക്കിയിരിക്കുന്നത് കുറച്ച് ബസ്മതി അരി ഉണ്ടായിരുന്നു കേട്ടോ. 2 ഗ്ലാസ് അരി ഇട്ടിട്ട് നെയ്ച്ചോറ് പോലെ വെച്ചിരുന്നു. നോമ്പ് തുറക്കൽ കഴിഞ്ഞാൽ ഇപ്പോൾ ആരും ഒരുപാടൊന്നും ഭക്ഷണം കഴിക്കില്ല. വെള്ളവും ജ്യൂസും വേറുള്ളതൊക്കെ കഴിച്ച് കഴിഞ്ഞാൽ പിന്നെ അത് മതി. പിന്നെ ആരും കഴിച്ചാൽ കഴിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. പിന്നെ എണീച്ചിട്ട് അത്താഴത്തിന് മാത്രമാണ് കഴിക്കൽ. അപ്പോൾ ഞാനത് ചോറും അവിടെ വെച്ച് വെച്ചിട്ടുണ്ട്. പിന്നെ ബ്രെഡ് ക്രംസ് നമ്മൾ ഉണ്ടാക്കി കോട്ട് ചെയ്തതിന് ശേഷം അതിൽ കുറച്ച് ബാക്കി ഉണ്ടായിരുന്നു. അപ്പോൾ ഞാനതിനെ നല്ലപോലെ ഒന്ന് വറുത്തിട്ട് ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ടൊന്ന് പൊടിച്ചിട്ട് നമ്മൾ ഫ്രീസറിൽ വെച്ച് പറഞ്ഞാൽ നമുക്കിനി അടുത്ത പ്രാവശ്യം ഉപയോഗിക്കാനെടുക്കാം. ഇങ്ങനെ എടുത്ത് വെച്ചിട്ടുണ്ട് പറഞ്ഞാൽ ആ ബ്രെഡ് ക്രംസ് പിന്നെ നമ്മൾ വലിച്ചെറിയുക ചെയ്യുക. പിന്നെ അതിൽ നമ്മൾ എടുത്ത് കഴിഞ്ഞാൽ അതിൽ മുട്ടൻ്റെ വല്ല മിക്സ് ഉണ്ടെങ്കിൽ അത് കട്ട പോലെ ഉണ്ടാവും. അപ്പോൾ അത് പെറുക്കി കളഞ്ഞാൽ മതി കേട്ടോ. എന്നിട്ട് നല്ലപോലെ ചൂടാറിയതിന് ശേഷം മിക്സിയിലിട്ട് പൊടിച്ച് ഒരു ഡപ്പിയിലാക്കി ഫ്രീസറിൽ എടുത്ത് വെച്ചാൽ നമുക്കിനി അടുത്ത പ്രാവശ്യം ഉപയോഗിക്കുമ്പോൾ എടുക്കും. അപ്പോൾ ആ ബീഫൊക്കെ നല്ലപോലെ വേവിച്ച് ഞാൻ വരട്ടി എടുത്തിട്ടുണ്ട്. ഇതിൻ്റെ വീഡിയോ ഞാൻ ഇതിൽ കൂട്ടിയിട്ടില്ല കേട്ടോ. ഇത് അടുത്തൊരു വീഡിയോ ആയിട്ട് ഇടാം. അത്ര നേരം വീഡിയോ കണ്ടതിന് സപ്പോർട്ട് ചെയ്തതിൻ്റെ എല്ലാ കൂട്ടുകാരനെ കൊണ്ട് ഒരുപാട് നന്ദി. ഇൻഷാ അള്ളാ ഇനി അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ അസ്സലാമു അലൈക്കും ബൈ. അപ്പോൾ ഓക്കെ, താങ്ക് യു എല്ലാവരിനെ കൊണ്ട് ഒരിക്കൽ കൂടി.